ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ തിരിച്ചടിയും UDFിനുണ്ടായ മുന്നേറ്റവും പല തരത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ BJP വലിയ തരത്തിലുള്ള മുന്നേറ്റമുണ്ടാക്കി എന്ന് തോന്നും വിധമാണ് ചില മാധ്യമങ്ങൾ ചില കണക്കുകൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അതിർത്തിക്കുള്ളിൽ BJPക്കുണ്ടായ തിളക്കമാർന്ന മുന്നേറ്റം, 50 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു എങ്കിൽ പോലും കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഇടതുപക്ഷം തന്നെ മുന്നിൽ നിൽപ്പുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെ ഒഴിച്ചു നിർത്തിയാൽ BJPയുടെ പൊതുവായ അവരുടെ ഫലങ്ങൾ ഒട്ടും ആശാവഹമായിരുന്നില്ല. ഈ വസ്തുതയെ വളച്ചൊടിച്ച് ആലപ്പുഴ ജില്ലയിൽ ഇതാ BJPയുടെ 2 നേതാക്കന്മാരെ ഗോതയിലിറക്കി വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പോകുന്നുവെന്നും ഇടതുപക്ഷത്തെയും UDFിനെയും അപ്രസക്തമാക്കുമെന്ന തരത്തിലുള്ള ചില വിവരണങ്ങൾ ജനങ്ങളെ വല്ലാത്ത തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ഏറ്റവും അവസാനത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്, കായംകുളം തുടങ്ങിയ മേഖലകളിൽ BJPക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഇതാ ത്രിതല പഞ്ചായത്ത് വരുമ്പോൾ അവരുടെ വിജയം പലയിടങ്ങളിലും ആഘോഷിക്കാൻ കഴിയാത്ത തരത്തിലാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാധ്യമങ്ങൾ BJPക്ക് അതിരില്ലാത്ത തരത്തിലുള്ള വർണ്ണനകൾ നൽകി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെയാണ് ആലപ്പുഴയുടെ ശരിയായ രാഷ്ട്രീയ അവസ്ഥ ഇന്ന് എന്ത് എന്ന് വിവരിക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ജില്ലയിലാകെ 72 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളതിൽ തിരിച്ചടികൾ നേരിട്ടുണ്ടെങ്കിൽ പോലും LDFന് 36 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം ലഭിക്കുകയുണ്ടായി. UDFനാകട്ടെ 23 പഞ്ചായത്തുകൾ. NDAക്ക് നേടാൻ കഴിഞ്ഞത് 5 പഞ്ചായത്തുകൾ മാത്രമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം നേടിയ പഞ്ചായത്തുകളുടെ എണ്ണത്തേക്കാൾ ഇത്തിരി കൂടുതലാണ് എന്ന് അംഗീകരിക്കുന്നു. എന്നാൽ വാർഡുകൾ ആകെ എടുത്ത് പരിശോധിച്ചാൽ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് LDFന് മൊത്തം നേടാൻ കഴിഞ്ഞത് 377 വാർഡുകളാണെങ്കിൽ UDF കുറേയേറെ പിന്നിൽ 199 വാർഡുകൾക്ക് അവർ സ്വന്തമാക്കാൻ വിജയിച്ചു. എന്നാൽ NDA BJP ആ മുന്നണിക്ക് ആകെ നേടാൻ കഴിഞ്ഞത് കേവലം 32 വാർഡുകളാണ്. എന്ന് പറഞ്ഞാൽ ജില്ലയിലാകെ ഏകദേശം 608-ലധികം വാർഡുകൾ ഉണ്ടെന്നിരിക്കെ 5% പോലും വാർഡുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ നേടാൻ കഴിയാത്ത BJP വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് ചിലർ പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ മറ്റു ചിലതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനിയും ബ്ലോക്ക് പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 12 എങ്കിൽ അതിൽ 7 ബ്ലോക്കിലും LDFന് മുൻതൂക്കം ലഭിച്ചു. 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF വിജയിച്ചപ്പോൾ 4-ൽ UDFന് മുൻതൂക്കമുണ്ട്. ഒരിടത്ത് 2 മുന്നണികൾക്കും മുൻതൂക്കമില്ലാത്ത അവസ്ഥയുണ്ടായി. ചുരുക്കത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ NDAയുടെ പെർഫോമൻസ്, അവരുടെ ഫലം വട്ടപൂജ്യമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം കുറേ കൂടി കഷ്ടമാണ് NDA സംബന്ധിച്ചിടത്തോളം. ജില്ലാ പഞ്ചായത്തിൽ LDF അവരുടെ കഴിഞ്ഞ കാലത്തെ വിജയത്തെ ഓർമ്മിപ്പിക്കും വിധം 24 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ 16 ആളുകളെ വിജയിപ്പിക്കുവാൻ LDFന് കഴിഞ്ഞു. 8 ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അവരുടെ നില മെച്ചപ്പെടുത്തി. അവിടെയും NDA മുന്നണിക്ക് വട്ടപൂജ്യമാണ് ലഭിച്ചത്. മുനിസിപ്പാലിറ്റികളിൽ അവിടെയാണ് യഥാർത്ഥത്തിൽ UDF തിളക്കമാർന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിലവർ അഭിമാനിക്കണം. മുനിസിപ്പാലിറ്റികളിൽ ആലപ്പുഴയിൽ നെക്ക് ടു നെക്ക് പോരാട്ടത്തിൽ UDFന് ഒരംഗത്തിൻ്റെ അധികം സാധ്യത അവിടെ ഉണ്ടായപ്പോൾ
ചെങ്ങന്നൂർ, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര എന്നിവിടങ്ങളിൽ UDF തിളക്കമാർന്ന വിജയമുണ്ടാക്കി. ഇവിടെ NDAക്ക് ആശാവഹമായ വിജയമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നത് മാവേലിക്കരയും ചെങ്ങന്നൂരും മാത്രമാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെങ്ങന്നൂരിൽ ഉണ്ടായ NDAയുടെ വിജയം അവർ ആവർത്തിക്കുന്നു. മാവേലിക്കരയിൽ അവർ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഇടങ്ങളിൽ പോലും വലിയ തിരിച്ചടികൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എങ്കിൽ അവരുടെ ജില്ലാതലത്തിലുള്ള അവർക്ക് ലഭിച്ച വോട്ടിൻ്റെ ശതമാനം പരിശോധിച്ചാൽ അത് അവർക്ക് സംസ്ഥാന തലത്തിൽ ലഭിച്ചതിനേക്കാളും കുറവായ അവസ്ഥ തുടരുമ്പോൾ ആലപ്പുഴയിൽ ഇതാ വലിയ തരത്തിലുള്ള അട്ടിമറി നടത്താൻ BJP അവരുടെ ചില ആളുകളെ ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ അജണ്ട കേരളത്തെ കാവ്യവൽക്കരിക്കാൻ അവർ പരമാവധി വെമ്പുന്നു എന്നാണ് മനസ്സിലാക്കാവുന്നത്. ഈ തെറ്റിദ്ധാരണകൾ തിരിച്ചറിഞ്ഞ് കേരളത്തിൽ BJPക്ക് ചില ഇടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമ്പോഴും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇന്നും ശക്തമായി വിശ്വാസം വെച്ച് പുലർത്തുമ്പോൾ തെറ്റിദ്ധാരണകൾ പരത്തുന്ന മാധ്യമങ്ങളെ നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം.